എൻ്റെ പേര് കൃഷ്ണജ, പാലക്കാട് നിന്നാണ്. ഞാനിപ്പോൾ പാലക്കാട് മണ്ണാർക്കാട് VFA ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. ഞാൻ സുജയ സാറിൻ്റെ ഗോൾഡ് ബാച്ചിലാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് 10th മെയിൻസിൽ. ഡിഗ്രിക്ക് അഡ്മിഷൻ കിട്ടിയ സമയത്തായിരുന്നു കല്യാണം. ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തു. എൻ്റെ അമ്മ ഒരു ദിവസം എൻ്റെ അടുത്ത് ഇങ്ങനെ പറഞ്ഞു, ഇങ്ങനെ ആയാൽ പറ്റില്ല, അമ്മയ്ക്ക് അപ്പോഴത്തെ ഒരു സാഹചര്യം കൊണ്ടാണ് അങ്ങനെ കല്യാണം കഴിപ്പിച്ച് വിടേണ്ടി വന്നത്. അത് വിചാരിച്ചിട്ട് പഠിത്തം നിർത്തി പോവുക, നീ എവിടെ എത്തിയിട്ടില്ലെങ്കിൽ അത് നമ്മുടെ അമ്മ ജീവിച്ചത് നിങ്ങൾക്ക് വേണ്ടിയിട്ടാണ്, അപ്പോൾ നിങ്ങളെവിടെ എത്തിയിട്ടില്ലെങ്കിൽ അത് അമ്മ ജീവിതത്തിൽ തോറ്റുപോയ പോലെയാണെന്ന് പറഞ്ഞു. പക്ഷെ എന്നാലും ഞാൻ അമ്മയുടെ അടുത്ത് പറഞ്ഞു, അമ്മ എനിക്കൊരു 5 വർഷത്തെ സമയം തരണം, ആ സമയത്തിൻ്റെ ഉള്ളിൽ എനിക്ക് എത്താൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ എത്തി കാണിക്കുമെന്ന് പറഞ്ഞു. 2020 കഴിഞ്ഞ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ റാങ്ക് ലിസ്റ്റ് വരുന്നത്, ആ ലിസ്റ്റാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്, PSCയുടെ റാങ്ക് ലിസ്റ്റ്. അപ്പോൾ ആ റാങ്ക് ലിസ്റ്റ് ഞാൻ ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കി. അത് നോക്കിയപ്പോൾ ഞാൻ വിചാരിച്ചു, അടുത്ത പ്രാവശ്യം ഈ ഒരു ലിസ്റ്റ് വരുന്ന സമയത്ത് എനിക്ക് ഈ ഒരു റാങ്ക് ലിസ്റ്റിൽ വരണം എന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഞാൻ PSC തുടങ്ങുന്നത്. ആ സമയത്താണ് സുജയ സാറ് ഗോൾഡ് ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു ഇത് കണ്ടു, ഞാൻ ടെലഗ്രാമിൽ കണ്ടു ഇങ്ങനെ തുടങ്ങുന്നുണ്ടെന്ന്. അങ്ങനെ ഞാൻ സാറിനെ വിളിച്ചു, എൻട്രിയിൽ വിളിച്ചു, ഗ്രൂപ്പിൽ ജോയിൻ ചെയ്തു. അങ്ങനെ പഠിക്കാൻ തുടങ്ങി. ഞാൻ എൻട്രിയിലെ ക്ലാസ്സുകൾ കണ്ടിട്ടുണ്ട്, അതുകൂടാതെ യൂട്യൂബിൽ ഏതൊക്കെ നല്ല ക്ലാസ്സുകളുണ്ടോ അത് മൊത്തം ഞാൻ കണ്ടിട്ടുണ്ട്. എല്ലാം 2x സ്പീഡിലിട്ടാൽ കാണാം. സാധാരണ ക്ലാസ് കണ്ടാൽ ഇതൊന്നും പോരാ, എത്ര സ്പീഡ് പോരാ എന്നുള്ളൊരു തോന്നലാണ്. അങ്ങനെ പഠിച്ച് എനിക്ക് VFA 16ാം റാങ്ക് ആയിരുന്നു. എൻ്റെ അടുത്ത് എല്ലാ ആൾക്കാരും പറഞ്ഞിട്ടുണ്ട്, PSC ആണോ പഠിക്കുന്നത്, PSC കിട്ടില്ല, ആർക്കും കിട്ടില്ല, നമ്മുടെ ഇവിടെ ഒന്നും ആരും കിട്ടിയ ആൾക്കാരില്ല. അങ്ങനെ ഞാൻ അവർക്ക് കാട്ടിക്കൊടുത്തു PSC പഠിച്ചാൽ കിട്ടുന്നതാണെന്നുള്ളത്. ഇല്ല, ഞാൻ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പഠിത്തം സ്റ്റാർട്ട് ചെയ്തത്. ഇന്ന് എനിക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിന് 19ാം റാങ്കാണ്. അപ്പോൾ നമ്മൾക്കൊരു സ്വപ്നം ഉണ്ടെങ്കിൽ ആ ഒരു സ്വപ്നത്തിൽ നമുക്ക് അത്രയും തീവ്രമായിട്ട് നമുക്ക് പ്രയത്നിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ അത് എത്ര വലിയ കാര്യമായാലും നമുക്കത് നേടിയെടുക്കാൻ പറ്റും. അതിൻ്റെ ഒരു തെളിവാണ് ഞാൻ. എൻട്രിയിലെ എല്ലാ സാറുമാർക്കും ഞാൻ ഈ ഒരു അവസരത്തിൽ എൻ്റെ നന്ദി അറിയിക്കുകയാണ്.